ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 20 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ്. വലിയ വാർത്താ സമ്പന്നമായ ദിവസം തന്നെയാണിന്ന്. ഒത്തിരിയേറെ വാർത്തകളുണ്ട്, എല്ലാം നോക്കാം. ഇന്നലെ US മാർക്കറ്റുകൾ ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കുന്നില്ല. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു 20 മുതൽ 25 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. ഇന്ന് അഗ്രികൾച്ചർ സെക്ടർ ഫോക്കസിലുണ്ടായിരിക്കും. കാരണം മിനിമം സപ്പോർട്ട് പ്രൈസ് 14 ഖാരിഫ് വിളകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചു. കൂടാതെ JP മോർഗൻ 2 ബില്യൺ ബോണ്ട് ഇൻക്ലൂഷൻ ഈ വരുന്ന ജൂൺ അവസാനമാണ്. അതിന്റെ ഡേറ്റ് എല്ലാം നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. കൂടാതെ RBI ബുള്ളറ്റിൻ പുറത്തു വന്നിരുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. വീഡിയോ അവസാനം വരെയും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. ഇന്ന് നമ്മൾ ആദ്യമായി പറയുന്ന വാർത്ത RBI ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ടതാണ്. പണപ്പെരുപ്പം കുറയുന്നു എന്ന സൂചനകൾ RBI ബുള്ളറ്റിൻ നൽകുന്നുണ്ട്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ക്രമാനുഗതമായി കുറയുന്നുണ്ട്. എന്നാൽ അസ്ഥിരവും ഉയർന്നതുമായ ഭക്ഷ്യവിലകൾ ഇപ്പോഴും തടസ്സമായി നിലനിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ GDP വളർച്ച 2024-25 സാമ്പത്തിക വർഷത്തിൽ ഒന്നാം പാദത്തിൽ മുൻ പാദങ്ങളെ അപേക്ഷിച്ച് അതേ വേഗതയിൽ തന്നെയാണ് പോകുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വന്നതോടെ കാർഷിക മേഖല മെച്ചപ്പെടും എന്ന വീക്ഷണമാണുള്ളത്. പണപ്പെരുപ്പവും വരുന്ന വർഷങ്ങളിൽ കുറയും എന്ന് തന്നെയാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 2023-24 5.4% നിന്ന് 2024-25 സാമ്പത്തിക വർഷത്തിൽ 4.5% കുറയും എന്ന് തന്നെയാണ് പ്രതീക്ഷകൾ. ഏതായാലും കാർഷിക മേഖല മെച്ചപ്പെടും, വരുന്ന വർഷങ്ങളിൽ ഇൻഫ്ലേഷൻ കുറയും എന്നുള്ള സൂചനകളൊക്കെ വളരെ പോസിറ്റീവായി തന്നെ കാണാം. മറ്റൊരു വലിയ വാർത്തയുള്ളത് JP മോർഗന്റെ ബോണ്ട് ഇൻക്ലൂഷനെ സംബന്ധിച്ചതാണ്. ജൂൺ 28-ന് വിദേശ നിക്ഷേപകർ $2 ബില്യൺ മൂല്യമുള്ള ഇന്ത്യൻ ബോണ്ടുകൾ വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ തീയതിയിൽ ഇന്ത്യൻ ബോണ്ടുകൾ JP മോർഗന്റെ എമർജിംഗ് മാർക്കറ്റ് സൂചികയിൽ ഉൾപ്പെടുത്തുന്നതിനാലാണ് ഇത് സംഭവിക്കുക. ഇനി ചരിത്രപരമായ സമാനമായ ഒരു സംഭവം നടന്നത് $2 ബില്യൺ വരവ് 2014 ഓഗസ്റ്റ് 20-ന് ഇന്ത്യൻ ബോണ്ടുകളിലേക്കുള്ള $2.7 ബില്യൺ റെക്കോർഡ് നിക്ഷേപത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ നിക്ഷേപം കൂടിയാണിത്. 2025 മാർച്ചോടെ ഇന്ത്യക്ക് 10% വെയിറ്റേജ് ആയിരിക്കും ഈ സൂചികയിൽ ഉണ്ടായിരിക്കുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയുള്ളത് അഗ്രികൾച്ചർ സെക്ടറിന് വളരെയേറെ ബൂസ്റ്റിംഗ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം 14 ഖാരിഫ് വിളകൾക്ക് കേന്ദ്ര മന്ത്രിസഭ മിനിമം സപ്പോർട്ട് പ്രൈസ് അംഗീകരിച്ചു എന്ന് കേന്ദ്രമന്ത്രി ശ്രീ അശ്വനി വൈഷ്ണവ് അറിയിച്ചു. ഇനി മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകിയ വിളകൾ നോക്കാം. നെല്ല്, റാഗി, ബജ്റ, ജവർ, ചോളം, പരുത്തി എന്നിവയാണ്. ന്യായവില ഉറപ്പാക്കുകയും കർഷകരുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കർഷക മേഖലയെ പിന്തുണയ്ക്കാനാണ് ഈ നയം ലക്ഷ്യമിടുന്നത്. ഏതായാലും ഈ ഒരു വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഫെർട്ടിലൈസർ കമ്പനികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. കോറമണ്ടൽ ഇന്റർനാഷണൽ, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, സീഡ് കമ്പനികളായ കാവേരി സീഡ്, ധനുശ്രീ വെഞ്ചേഴ്സ്, അഗ്രോ കെമിക്കൽ കമ്പനികളായ UPL, PI ഇൻഡസ്ട്രീസ്, റാലീസ്, ഇറിഗേഷൻ സെക്ടറിലുള്ള കമ്പനികളായ ജെയിൻ ഇറിഗേഷൻ, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, ശക്തി പമ്പ്സ് എന്നിവയ്ക്ക് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ സ്റ്റോക്കുകളുടെ പേരൊന്നും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ പറഞ്ഞത്. അടുത്തതായി ട്രായിൽ നിന്നും ഇന്നലെ ടെലികോം സബ്സ്ക്രൈബേഴ്സ് ഡാറ്റ പുറത്തു വന്നിരുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ്, അതായത് ജിയോ, ഏപ്രിൽ മാസത്തിൽ 26.9 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ അവർ ആഡ് ചെയ്തു. മാർച്ച് മാസം അത് 21.4 ലക്ഷമായിരുന്നു. ഇനി ഭാരതി എയർടെൽ 7.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ഏപ്രിൽ ആഡ് ചെയ്തു. മാർച്ചിൽ അത് 17.5 ലക്ഷമായിരുന്നു. മറ്റൊരു വാർത്തയുള്ളത് സഫയർ ഫുഡ്സുമായി ബന്ധപ്പെട്ടതാണ്. കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് അംഗീകരിച്ചു. 1:5 എന്ന അനുപാതത്തിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായിരിക്കുക. മറ്റൊരു ബ്ലോക്ക് ഡീലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. PNB ഹൗസിംഗ്, ഏഷ്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, ജനറൽ അറ്റ്ലാന്റിക് എന്നിവ PNB ഹൗസിംഗിന്റെ 4.2% ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് CNBC റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചീനി മിൽസ്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, HAL, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമന്റ്സ്, ഇൻഡസ് ടവേഴ്സ്, പിരാമൽ എന്റർപ്രൈസസ്, സെയിൽ എന്നീ കമ്പനികളാണ്. ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. ഇനി ലൈവ് കാണാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. പ്രധാനപ്പെട്ട 4 ഇൻഡെക്സുകളും പുതിയ ഓൾ ടൈം ഹൈ ഇന്നലെ ടച്ച് ചെയ്തു. അതിൽ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ബാങ്ക് നിഫ്റ്റിയുടേതായിരുന്നു. HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI, ഇൻഡസിൻഡ് ബാങ്ക്, കൊഡാക് ബാങ്ക് എന്നിവ 1% മുതൽ 3% വരെ ഉയർന്നു. ഒരു വശത്ത് ഒരുപാട് സ്റ്റോക്കുകൾ നല്ല നേട്ടമുണ്ടാക്കിയപ്പോൾ PSU, ഇൻഫ്ര, കൺസംഷൻ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. തുടർച്ചയായ 9ാമത്തെ ദിവസമാണ് മിഡ് ക്യാപ് ഇൻഡെക്സിൽ നേട്ടം കണ്ടത്. അത് ഇന്നലത്തെ ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു.
HAL, മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്നിവ ടോപ്പ് ലൂസേഴ്സായി മാറി. നിഫ്റ്റിയിലേക്ക് ഇന്നലെയും പുതിയ ഓൾ ടൈം ഹൈ നിഫ്റ്റിയിൽ ടച്ച് ചെയ്യുകയുണ്ടായി. 23,664 പുതിയ ഓൾ ടൈം ഹൈ. ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അത് ഒരു ബിയറിഷ്നെസിന്റെ സൂചന കൂടിയാവാം. RSIയിൽ ഒരു ബിയറിഷ് ഡൈവേർജൻസ് കാണിക്കുന്നു. ഇത് ഇപ്പോഴത്തെ അപ് ട്രെൻഡ് ഒന്ന് സ്ലോ ആയി അഥവാ ഒരു പോസ്റ്റ് സംഭവിച്ചു എന്നൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് നമുക്ക് ഒരുപക്ഷെ എത്താൻ കഴിയും. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ മാത്രമാണ് നെഗറ്റീവായി കാണാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് തുടരുന്നത്. നിഫ്റ്റി 55 ഹവർ EMAക്ക് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നതൊരു പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ കാണാം. 23,800 ഏതായാലും പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യുന്നതിന് മുന്നേയായി ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലുമാണ്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ. ആദ്യം 23,500 സ്ട്രൈക്കിൽ 11% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 41% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം. 23,450 സ്ട്രൈക്കിൽ 21% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. 6% വർധനവ് കോൾ സൈഡിൽ കാണാം, ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. അടുത്തത് 23,550 സ്ട്രൈക്കിൽ 3% ഇടിവ്, പുട്ട് സൈഡിൽ ലോങ് അൺവൈൻഡിംഗ് ആണ്. കോൾ സൈഡ് 9% വർധനവ് കാണിക്കുന്നു, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ 3 സ്ട്രൈക്കുകളും പരിശോധിക്കുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ആണ് കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്നതെന്ന് കാണാം. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം കോൾ സൈഡിൽ 24,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അതിനുശേഷം 23,800 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 23,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,400 സ്ട്രൈക്കിലുമാണ്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 23,800 വളരെ പ്രധാനപ്പെട്ട അപ്സൈഡിലെ ഒരു ലെവലായിട്ടാണ് ഓപ്പൺ ഇൻട്രസ്റ്റും കാണിച്ചു തരുന്നത്. അതുപോലെ 23,500 ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുമുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,439 999 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ഔട്ട് പെർഫോം ചെയ്തത് ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു. 51,957 എന്ന പുതിയ ഓൾ ടൈം ഹൈ ആണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ടച്ച് ചെയ്തത്. കൂടാതെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ പ്രസന്റ്ലി വീക്ക്നെസ് ഒന്നും കാണിക്കുന്നില്ലെങ്കിലും ബാങ്ക് നിഫ്റ്റി ഇപ്പോഴുള്ളത് റൈസിംഗ് ചാനലിന്റെ അപ്പർ എൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇനി ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ ലഭിച്ചത് ഒരു സ്ട്രോങ് ബ്രേക്ക്ഔട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ 52,000 എന്ന ലെവൽ അപ്രോച്ച് ചെയ്തിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും സൂപ്പർ പോസിറ്റീവിൽ തന്നെയാണ് ഉള്ളത് എന്നത് മറ്റൊരു വശമാണ്. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം 51,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 51,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അതിനുശേഷം 50,000 സ്ട്രൈക്കിലും അതിനുശേഷം 50,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000. ഇന്ത്യ വിക്സിലേക്ക് വരാം. ഇന്നലെ 13.71 5.77% ഇന്ത്യ വിക്സ് ഉയർന്നത്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം ഇന്നലെ വലിയ പ്രോഫിറ്റിലേക്ക് പോയ ഒരു സ്റ്റോക്കായിരുന്നു വിൻ മിഷൻ. കേവലം ചുരുങ്ങിയ ദിവസം കൊണ്ട് വലിയ പ്രോഫിറ്റിലേക്ക് മാറിയ ഒരു സ്റ്റോക്കാണിത്. വിൻ മിഷൻ ജൂൺ 13 മാത്രമാണ് നമ്മൾ ഇതിൽ എൻട്രി എടുത്തത്. 91 ആയിരുന്നു എൻട്രി പ്രൈസ്. 129.3 വരെ അപ്പായി. 29.7% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്ത ഒരു സ്റ്റോക്ക് DBL ആയിരുന്നു. ജൂൺ 13 499 എൻട്രി എടുത്ത് 546 വരെ അപ്പായി. 8.6% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് ഹെർസ്റ്റർ ബയോ സയൻസസ് ആണ്. ജൂൺ 18 2008 എൻട്രി എടുത്തു. 2170 വരെയാണ് അപ്പായത്. 7.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് അസാഹി ഇന്ത്യ ഗ്ലാസ് ലിമിറ്റഡ് ആണ്. മെയ് 6 642 നിന്നും 690 വരെയാണ് അപ്പായത്. 7% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് റിക്കോ ഓട്ടോ ആയിരുന്നു. ജൂൺ 18 എൻട്രി എടുക്കുന്നത്. 142.5 നിന്നും 149 വരെ അപ്പായി. 4.4% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. നല്ല പ്രോഫിറ്റിലേക്ക് വന്ന ഏതാനും സ്റ്റോക്കുകളും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളുമാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ലൈവ് സെഷൻ കാണാൻ കഴിയാത്തവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് ത്രിവേണി ടർബൈൻസ് ആണ്. ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 596 രൂപ. 650 രൂപയാണ് ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 10 മുതൽ 15% വരെ സ്റ്റോപ്പ് ലോസ് ആയി വെക്കാവുന്നതാണ്. ഈ സ്റ്റോക്ക് ഇവിടെ പറയുന്നത് പൂർണ്ണമായും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഈ സ്റ്റോക്കിനെ
ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FISും DISും വലിയ ബൈയിങ്ങിലേക്കാണ് ഇന്നലെ പോയത്. FIS 7,908 കോടി രൂപയ്ക്ക് ബൈ ചെയ്തപ്പോൾ DIS 7,107 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. FIS മാർക്കറ്റിൽ ബുള്ളിഷായി തുടങ്ങി എന്ന സൂചനകളാണ് ഇതെല്ലാം തരുന്നത്. US മാർക്കറ്റിലേക്ക് ഇന്നലെ ജുനീനത്ത് നാഷണൽ ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് US മാർക്കറ്റുകൾ ക്ലോസ്ഡ് ആണ്. മൈക്രോസോഫ്റ്റിനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വാല്യുബിളായ കമ്പനിയായി എൻവിദിയ മിനിഞ്ഞാന്നാണ് മാറിയത്. ഈ ആഴ്ചയും US മാർക്കറ്റുകൾ ഒരു പോസിറ്റീവ് ക്ലോസിംഗിന് തന്നെയാണ് ഒരുങ്ങുന്നത്. ഇന്ന് വ്യാഴാഴ്ച പുറത്തുവരുന്ന ഡാറ്റകൾ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡാറ്റ എന്നിവയാണ്. വ്യാഴാഴ്ച കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഡാറ്റകൾ പുറത്തു വരുന്നുണ്ട്. സർവീസസ് ആൻഡ് മാനുഫാക്ചറിംഗ് PMI ഡാറ്റ ഉണ്ട്. അന്നേ ദിവസം തന്നെ ഹോം സെയിൽസ് ഫിഗേഴ്സും പുറത്തു വരും. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ചെറിയ പോസിറ്റിവിറ്റിയിലാണ്. ഡൗ ജോൺസ് ഇപ്പോൾ ഉള്ളത് 0.02% നേട്ടത്തിൽ, S&P 500 0.05% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ മെയ് മാസത്തെ UK നിന്നുള്ള പണപ്പെരുപ്പ് ഡാറ്റ 2% എന്ന് പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് പുറത്തു വന്നത്. വ്യാഴാഴ്ച റേറ്റ് ഡിസിഷന് മുന്നോടിയായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻഫ്ലേഷൻ അതിന്റെ ടാർഗറ്റിലേക്ക് തിരികെ എത്തി എന്നത് ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണാം. എന്നിരുന്നാലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ മാറ്റം വരുത്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾക്ക് മുൻപുണ്ടായിരുന്ന ആ ഒരു പോസിറ്റീവ് മൊമെന്റം തുടരാൻ കഴിഞ്ഞില്ല. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.35% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.77% ഇടിഞ്ഞു. UK മാർക്കറ്റ് FTSE 0.17% നേട്ടമുണ്ടാക്കി. സ്റ്റോക്ക് 600 0.18% ഇടിയുകയും ചെയ്തു. ടെക് സ്റ്റോക്കുകൾ 1.15% ഇന്നലെ ഇടിഞ്ഞു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.02% ഇടിവിലാണ്. CAC 0.03% ഇടിവിൽ. FTSE 0.01% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ചൈനയിൽ നിന്നുള്ള 1 ഇയർ 5 ഇയർ ലോൺ പ്രൈം റേറ്റുകളാണ് പുറത്തു വരാനുള്ളത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,524 എന്ന നിലയിലാണ്. 9.5 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് 20 മുതൽ 25 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 0.72% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.04% ഇടിവിൽ. തായ്വാൻ മാർക്കറ്റ് 0.11% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 0.26% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ സമ്മർ ഡിമാൻഡും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ഓയിൽ പ്രൈസുകൾ 7 ആഴ്ചത്തെ നേട്ടത്തിന് ശേഷം ഇന്നലെ ഒരു ഇടിവിലേക്ക് പോകാനുള്ള കാരണമായി. ബ്രന്റ് ക്രൂഡ് ഉള്ളത് $85.16 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.13% ഇടിവിലാണ്. WTI ഉള്ളത് $80.56 പെർ ബാരൽ എന്ന നിലയിൽ 0.10% ഇടിവിലാണ് ഇപ്പോൾ WTIയും ഉള്ളത്. ഇന്ന് നമ്മൾ ഇവിടെ ഷെയർ ചെയ്ത വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. റോയിറ്റേഴ്സ്, മിന്റ്, മണി കൺട്രോൾ എന്നീ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.